ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്രീലത. പ്രധാന വാർത്തകൾ. ഭരണ പ്രതിപക്ഷ ബഹളത്തിൽ പ്രക്ഷുബ്ധമായി പാർലമെന്റ്. രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ലോക്സഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. രാജ്യസഭാ അധ്യക്ഷൻ ജഗ്ദീപ് ധൻഖറിനെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയതിൽ പ്രതിപക്ഷത്തെ വിമർശിച്ച് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. 7ാമത് സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോൺ ഫൈനൽ റൌണ്ടിന് രാജ്യത്ത് തുടക്കമായി. യുവാക്കളുടെ നൂതന ആശയങ്ങൾ ഇന്ത്യയെ ലോകത്തിന്റെ വികസന മാതൃകയാക്കുമെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. കേരളത്തിൽ നടന്ന തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ UDF 16 വാർഡിലും LDF 11 NDA 3 സീറ്റിലും വിജയിച്ചു. ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ ക്രിക്കറ്റ് പരമ്പരയിലെ 3ാം മത്സരം പെർത്തിൽ പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. ഭരണ പ്രതിപക്ഷ ബഹളത്തിൽ പ്രക്ഷുബ്ധമായി പാർലമെന്റ്. രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. 12 മണിവരെ നിർത്തിവച്ച നടപടികൾ പിന്നീട് പുനരാരംഭിച്ചെങ്കിലും ബഹളം തുടർന്നതിനാൽ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. രാജ്യസഭയിൽ വിവിധ വിഷയങ്ങൾ സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷ ആവശ്യം സഭാ അധ്യക്ഷൻ ജഗ്ദീപ് ധൻഖർ നിരസിച്ചതോടെയാണ് പ്രതിഷേധം ആരംഭിച്ചത്. ശ്രീ ജഗ്ദീപ് ധൻഖറിനെതിരെ പ്രതിപക്ഷം അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയതിനെ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അപലപിച്ചു. ചെയറിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ച നടപടിക്ക് കോൺഗ്രസ് മാപ്പ് പറയണമെന്നും അദ്ദേഹം പറഞ്ഞു. ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന നേതാവാണ് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എന്നാൽ ഭരണഘടനയിൽ മാറ്റം വരുത്താൻ NDA സർക്കാർ നിരന്തര ശ്രമം നടത്തുന്നതായി പ്രതിപക്ഷം ആരോപിച്ചു. ഇരുപക്ഷവും ബഹളം തുടർന്നതോടെ സഭാ നടപടികൾ നിർത്തിവയ്ക്കുകയായിരുന്നു. ലോക്സഭയിൽ നടപടിക്രമങ്ങൾ 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണത്തിന് കേന്ദ്ര സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് IT മന്ത്രി അശ്വിനി വൈഷ്ണവ്. സാങ്കേതിക വിദ്യയുടെ ജനാധിപത്യവൽക്കരണത്തിലാണ് മോദി സർക്കാർ വിശ്വസിക്കുന്നതെന്നും അദ്ദേഹം ലോക്സഭയിൽ പറഞ്ഞു. നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട് ആവിഷ്കാര സ്വാതന്ത്ര്യവും നൈതികതയും ഒരുപോലെ ഉറപ്പുവരുത്തുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ലോകത്തെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ പുനരുദ്ധാരണ പദ്ധതി രാജ്യത്ത് നടപ്പാക്കി വരുന്നതായും ശ്രീ അശ്വിനി വൈഷ്ണവ് ലോക്സഭയെ അറിയിച്ചു. പദ്ധതി 1324 സ്റ്റേഷനുകൾക്ക് ഗുണം ചെയ്യും. രാജ്യത്തെ യുവാക്കളുടെ നൂതന ആശയങ്ങൾ ഇന്ത്യയെ ലോകത്തിന്റെ വികസന മാതൃകയാക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. 7ാമത് സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോൺ അവസാന റൌണ്ടിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി ഇന്ത്യയെ മാറ്റാൻ രാജ്യത്തെ യുവശക്തിക്ക് സാധിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. मैं आज इतना ही कहना चाहूंगा कि आपकी ये मेहनत निश्चित रूप में भारत जो आज विश्व की 5th लार्जेस्ट इकोनॉमी बना है, आप ही के नेतृत्व में, आप ही की लीडरशिप में ये 3 नंबर बनने वाला है और आने वाले जो अमृत काल में 2047 तक हम विश्व में एक नॉलेज बेस्ड इकोनॉमी के माध्यम से दुनिया की विशेष करके ग्लोबल साउथ की विकास की मॉडल बनने वाले हैं. इंडियन ऑर्डर आने वाला है और भारत विश्व की ग्रोथ इंजन बनेगा. സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോൺ മത്സരാർത്ഥികളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. രാജ്യത്തെ 51 കേന്ദ്രങ്ങളിലായി നടത്തുന്ന ഹാക്കത്തോണിൽ 1300-ലധികം വിദ്യാർത്ഥി സംഘങ്ങളാണ് മത്സരിക്കുന്നത്. കേരളത്തിൽ കാഞ്ഞിരപ്പള്ളി അമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലും ഹാക്കത്തോണിന് തുടക്കമായി. കേരളത്തിൽ നിന്നും ഹാക്കത്തോണിനായി തെരഞ്ഞെടുക്കപ്പെട്ട ഏക വിദ്യാഭ്യാസ സ്ഥാപനമാണ് അമൽ ജ്യോതി. ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ എന്നീ 2 വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. 2024 ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. വിഗ്യാൻ ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ വിവിധ വിഭാഗങ്ങളിലായി 45 പുരസ്കാരങ്ങളാണ് വിതരണം ചെയ്യുക. കേരളത്തിൽ നിന്ന് മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ പഞ്ചായത്തും കിലയും പുരസ്കാരം ഏറ്റുവാങ്ങും. പുരസ്കാരം നേടിയ പഞ്ചായത്തുകളുടെ നൂതനവും ഫലപ്രദവുമായ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പുസ്തകം കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ചടങ്ങിൽ പ്രകാശനം ചെയ്യും. ആഗോള സമാധാനത്തിനായി ലോകരാജ്യങ്ങളും വ്യവസായ മേഖലയും യോജിച്ച് പ്രവർത്തിക്കണമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. അന്താരാഷ്ട്ര തലത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കുകയാവണം ഏറ്റവും പ്രധാന പരിഗണനയെന്നും ന്യൂഡൽഹിയിൽ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ധനമന്ത്രി പറഞ്ഞു. വിലക്കയറ്റം അന്താരാഷ്ട്ര തലത്തിൽ നിലനിൽക്കുന്ന പ്രശ്നമാണെന്നും വിതരണ ശൃംഖല നേരിടുന്ന വെല്ലുവിളികളാണ് ഇതിന് കാരണമെന്നും കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്തെ 31 തദ്ദേശ വാർഡുകളിൽ ഇന്നലെ നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തുവന്നു.
16 UDFും 11 LDFും 3 NDAയും ഒരു വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയും വിജയിച്ചു. മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ തൃക്കലങ്ങോട് വാർഡിൽ UDF വിജയം നേടി. കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിലെ ചേരമാൻ മസ്ജിദ് വാർഡിൽ NDAയ്ക്കാണ് വിജയം. തമിഴ്നാട് മുഖ്യമന്ത്രി M.K. സ്റ്റാലിൻ കേരളത്തിലെത്തി. കൊച്ചി വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹത്തെ സംസ്ഥാന സർക്കാരിനു വേണ്ടി ജില്ലാ കളക്ടർ NSK ഉമേഷ് സ്വീകരിച്ചു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ശ്രീ M.K. സ്റ്റാലിൻ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഇന്ന് ചർച്ച നടത്തും. വൈകുന്നേരം കുമരകത്താണ് ഇരു മുഖ്യമന്ത്രിമാരുടെയും കൂടിക്കാഴ്ച. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. തമിഴ് കവിയും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ സുബ്രഹ്മണ്യ ഭാരതിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാമൂഹ്യ പരിഷ്കർത്താവും ദാർശനികനുമായിരുന്ന സുബ്രഹ്മണ്യ ഭാരതിയുടെ വാക്കുകൾ ജനങ്ങളിൽ ദേശാഭിമാനമുണർത്തുന്നതായിരുന്നുവെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സമത്വവും സ്ത്രീ ശാക്തീകരണവും സംബന്ധിച്ച് അദ്ദേഹം പുരോഗമന കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വച്ചിരുന്നതായും ശ്രീ മോദി പറഞ്ഞു. സുബ്രഹ്മണ്യ ഭാരതിയുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ സമ്പൂർണ്ണ കൃതികളുടെ സമാഹാരം പ്രധാനമന്ത്രി അല്പസമയത്തിനകം ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്യും. 23 വാല്യങ്ങളിലായാണ് കൃതി സമാഹരിച്ചിരിക്കുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മോസ്കോയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ എല്ലായ്പ്പോഴും റഷ്യയ്ക്കൊപ്പം നിലകൊണ്ടിരുന്നതായും ഭാവിയിലും അത് തുടരുമെന്നും കൂടിക്കാഴ്ചയിൽ കേന്ദ്രമന്ത്രി പറഞ്ഞു. വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണത്തെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. റഷ്യയുമായുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും ശ്രീ രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. वर्तमान में चल रही जियोपॉलिटिकल चैलेंजेस के बावजूद और भारत पर पब्लिकली और प्राइवेटली डाले गए इनॉर्मस प्रेशर के बाद भी भारत ने यह कॉन्शियस डिसीजन लिया है कि हम न सिर्फ रशिया के साथ क्लोज एंगेजमेंट जारी रखेंगे बल्कि अपने रशियन कोलीग्स के साथ काम करते हुए इसे और अधिक डीपेंड और एक्सपेंड करेंगे. ഇന്ത്യ റഷ്യ ഉഭയകക്ഷി പ്രതിരോധ സഹകരണം സംബന്ധിച്ച ഇന്റർ ഗവൺമെന്റൽ കമ്മീഷന്റെ 21ാമത് യോഗത്തിനും ശ്രീ രാജ്നാഥ് സിംഗ് കഴിഞ്ഞ ദിവസം സംയുക്ത അധ്യക്ഷത വഹിച്ചു. കർണാടക മുൻ മുഖ്യമന്ത്രി SM കൃഷ്ണയുടെ സംസ്കാര ചടങ്ങുകൾ മാണ്ഡ്യ ജില്ലയിലെ സോമനഹള്ളിയിൽ ഇന്ന് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും. പതിനായിരങ്ങളാണ് പ്രിയ നേതാവിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഇതിനകം എത്തിച്ചേർന്നത്. SM കൃഷ്ണയോടുള്ള ആദരസൂചകമായി കർണാടകയിൽ ഇന്ന് പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 3 ദിവസത്തെ ദുഃഖാചരണവും സംസ്ഥാനത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ കൊച്ചി ബാംഗ്ലൂർ വ്യാവസായിക ഇടനാഴി പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി പുതുശ്ശേരിയിൽ 105 ഏക്കർ ഭൂമി സംസ്ഥാന ഓഹരിയായി കേരള ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് കോർപ്പറേഷന് കൈമാറാൻ സംസ്ഥാന മന്ത്രിസഭായോഗം അനുമതി നൽകി. സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷന് 175 കോടി രൂപയ്ക്കുള്ള അധിക സർക്കാർ ഗ്യാരണ്ടി 15 വർഷ കാലയളവിലേക്ക് അനുവദിക്കാനും ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് മറ്റന്നാൾ തിരുവനന്തപുരത്ത് തിരിതെളിയും. ഈ മാസം 20 വരെ നീളുന്ന മേളയിൽ 68 രാജ്യങ്ങളിൽ നിന്നുള്ള 177 സിനിമകൾ പ്രദർശിപ്പിക്കും. സ്ത്രീകൾക്ക് ഏറെ പ്രാധാന്യം നൽകിയാണ് ഇത്തവണ ചലച്ചിത്രമേള സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി മുതിർന്ന നടിമാരെ ആദരിക്കും. സംഘർഷം തുടരുന്ന സിറിയയിൽ നിന്ന് 75 ഇന്ത്യൻ പൌരന്മാരെ ഒഴിപ്പിച്ചതായി വിദേശകാര്യ മന്ത്രാലയം. സുരക്ഷിതരായി ലെബനനിലെത്തിയ ഇവരെ ഉടൻ ഇന്ത്യയിലേക്ക് മടക്കിയെത്തിക്കും. ദമാസ്കസിലും ബെയ്റൂട്ടിലുമുള്ള ഇന്ത്യൻ എംബസികളാണ് ഒഴിപ്പിക്കൽ നടപടികൾ ഏകോപിപ്പിച്ചത്. സിറിയയിലുള്ള ഇന്ത്യൻ പൌരന്മാരോട് ദമാസ്കസിലെ ഇന്ത്യൻ എംബസിയുമായി സമ്പർക്കം പുലർത്താനും നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിനിടെ സിറിയയിലെ ഇടക്കാല സർക്കാരിന്റെ താൽക്കാലിക പ്രധാനമന്ത്രിയായി മുഹമ്മദ് അൽ ബഷീറിനെ നിയമിച്ചു. മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. മികച്ച രാഷ്ട്രതന്ത്രജ്ഞനും ഭരണാധികാരിയുമായിരുന്നു പ്രണബ് മുഖർജിയെന്ന് പ്രധാനമന്ത്രി അനുസ്മരണ സന്ദേശത്തിൽ പറഞ്ഞു. ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ ക്രിക്കറ്റ് പരമ്പരയിലെ 3ാമത്തെയും അവസാനത്തെയും മത്സരം ഓസ്ട്രേലിയയിലെ പെർത്തിൽ പുരോഗമിക്കുന്നു. ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഓസ്ട്രേലിയ 37 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 187 റൺസ് നേടിയിട്ടുണ്ട്. പരമ്പരയിലെ മത്സരങ്ങളെല്ലാം ജയിച്ച ഓസ്ട്രേലിയ 2-0 മുന്നിലാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഭരണപ്രതിപക്ഷ ബഹളത്തിൽ പ്രക്ഷുബ്ധമായി പാർലമെന്റ്. രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ലോക്സഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. രാജ്യസഭാ അധ്യക്ഷൻ ജഗ്ദീപ് ധൻഖറിനെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയതിൽ പ്രതിപക്ഷത്തെ വിമർശിച്ച് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. 7ാമത് സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോൺ ഫൈനൽ റൌണ്ടിന് രാജ്യത്ത് തുടക്കമായി. യുവാക്കളുടെ നൂതന ആശയങ്ങൾ ഇന്ത്യയെ ലോകത്തിന്റെ വികസന മാതൃകയാക്കുമെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ.
ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. കേരളത്തിൽ നടന്ന തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ UDF 16 വാർഡിലും LDF 11 NDA 3 സീറ്റിലും വിജയിച്ചു. ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരം പെർത്തിൽ പുരോഗമിക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.